ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. UK ട്രാവൽ ഇറ്റ് ബൈ പ്രിൻസ് ആൻഡ് പാലാട്ടി. ഇന്ന് നമ്മൾ പാലക്കാടാണ്. പാലക്കാട് കൊല്ലങ്കോട് എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. വളരെ മനോഹരമായ, നമ്മുടെ കണ്ണുകൾക്കൊക്കെ വളരെ ആസ്വാദകം നിറച്ച ഒരു കാഴ്ചകൾ നിറഞ്ഞ ഒരു ഗ്രാമമാണ്. ഇതുപോലെ പച്ചപ്പും നെൽച്ചെടികളും അതുപോലെ തന്നെ തെങ്ങും പനയും മലകളും പുഴകളും വെള്ളവും ഒക്കെ ഉള്ള ഒരു കൊച്ചു ഗ്രാമം. അതിൻ്റെ മനോഹാരിത പറയണമെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. അത് കണ്ട് തന്നെ തീർക്കണം. അപ്പോൾ അത് മനോഹരമായിട്ട് ചെറിയ രീതിയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോന്നോളൂ, നമുക്ക് ആ കൊല്ലങ്കോട് ഗ്രാമത്തിലേക്ക് പോകാം. വളരെ മനോഹരമായ ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോരും. അപ്പോൾ ഞങ്ങൾ യാത്രയിൽ കണ്ട കുറച്ച് ചെറിയ ചെറിയ കാഴ്ചകൾ, ഇവിടെ മുളകൊക്കെ വിൽക്കുന്നുണ്ടോ. ഒത്തിരി ചെറിയ മുളക്, അതായത് കാന്താരി മുളകിൻ്റെ ഇനത്തിൽപ്പെട്ട വൈറ്റ് മുളക് ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ തൊട്ടപ്പുറത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്ന മറ്റൊരു കാഴ്ച, അതായത് നെല്ല് ഉണക്കുന്നതാണ്. അവിലുണ്ടാക്കാൻ വേണ്ടി നെല്ല് ഉണക്കുന്ന ഒരു ചേട്ടനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ആളോട് ചോദിച്ചപ്പോൾ ആളാണ് പറഞ്ഞത് ഇത് അവിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നെല്ലുണക്കുന്നത്. ഇത് ഇനി മില്ലിലിട്ട് ഇടിച്ച് അവിലിൻ്റെ ഒരു പാകത്തിലേക്ക് അവരാക്കിയെടുക്കും. അപ്പോൾ ഈ ഗ്രാമത്തിൽ നമ്മുടെ പഴയ രീതിയിലുള്ള ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും അവിലൊക്കെ ഇങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, പിന്നെ പഴയ രീതിയിലുള്ള നമ്മുടെ വീടുകൾ, വെള്ളം, പിന്നെ നെൽകൃഷികൾ ഇപ്പോഴൊക്കെ എല്ലായിടത്തും നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൃഷിയാണ് നെൽകൃഷി. പിന്നെ അവർ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കൊട്ടകൾ, മുറം, പിന്നെ ഫ്ലവർ വേഴ്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് വിൽക്കുന്നുണ്ട്. ചെറിയൊരു ഫീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രദേശത്ത് വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ ഞങ്ങളും ഇവിടെ എത്തിയതാണ്. അപ്പോൾ ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. തീർച്ചയായും കാണുക, ആസ്വദിക്കുക. അപ്പോൾ ഞങ്ങളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മലനിരകൾ കാണാം, നമ്മുടെ തെങ്ങ് കാണാം, നെൽകൃഷി കാണാം, പിന്നെ നാടൻ മരങ്ങൾ, ഇവിടെ മീൻ വളർത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ അവലുണക്കാൻ വേണ്ടി നെല്ലുണക്കുന്ന ഒരു സ്ഥലം കണ്ടോ, ആ വീടിൻ്റെ ഫ്രണ്ടിലിട്ടാണ് കേട്ടോ അവർ ഉണക്കിയത്. അപ്പോൾ അതുപോലെ ഓടൊക്കെ ഇട്ട നല്ല മനോഹരമായ പഴയകാലത്തെ വീടുകൾ. ഇവിടുത്തെ കൃഷി കണ്ടോ, ഇതൊരു പ്രത്യേകതരം കൃഷിയാണ്. ചുമന്ന അരി ഉണ്ടാകുന്നത്, ജീരകശാരിയോ, അത് റെഡ് അരിയില്ലേ, നസർബാത്ത് എന്നാണ് എൻ്റെ പേര്. നസർബാത്ത്, മഹാരാഷ്ട്രയിലെ അരി. അങ്ങനെ പല രീതിയിലുള്ളത് ഇവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നാടൻ നെൽകൃഷികൾ, ഇവിടെ വെള്ളം ചാടുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് നല്ല മനോഹരമായ ഒരു കുടിൽ, മല, അല്പം വെന്തിപ്പൂക്കൾ, താമരയുണ്ട് കേട്ടോ. താമര നല്ല താമരപ്പൂക്കൾ കുറച്ച് വിരിഞ്ഞേക്കുന്നുണ്ട്. ഇതാണ് താമരക്കുളം. അടുത്തോരം കാണിച്ചു തരാവേ താമര. അല്ല, ഇതാണ് താമരപ്പൂ, ലോട്ടസ്. ഇത് നമ്മുടെ കാളവണ്ടി, ഇതിൻ്റെ പടിപ്പൂര ഇതാട്ടോ. ഇതൊരു കാളവണ്ടിയാണ്. ഒരു ഏർമാടുണ്ട് അവിടെ. ലേലോ അല്ലൂ. ഇത് നമ്മുടെ ഒരു കുതിരവണ്ടി കേട്ടോ. കുതിരവണ്ടി, കാളവണ്ടി എന്നൊക്കെ പറയാം. പണ്ട് സഞ്ചാരത്തിന് വേണ്ടി ഉപയോഗിച്ച മോഡൽ പറഞ്ഞ ഇവിടെ ഉണ്ട്. അതിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഒരു കാളവണ്ടി അവിടെയുണ്ട്. നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള സ്ഥലത്ത് ഇവർ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കുടിലുകൾ, അതുപോലെ തന്നെ കുതിരവണ്ടികൾ, കാളവണ്ടികൾ, അതുപോലെയുള്ള സ്ഥലങ്ങൾ ഉണ്ട്. ഇതുപോലെ ഈ കുടിലൊക്കെ ഇരുന്ന് നമുക്കിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഞങ്ങളും കുറച്ച് നല്ല ഫോട്ടോസ്, അതായത് ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ട ഇവിടെ ഇരുന്ന് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടായിട്ട് എവിടെ തിരിഞ്ഞാലും നല്ല സൂപ്പർ സ്ക്രീനാട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണിത്. എന്തായാലും നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഈ മലകളിൽ നിന്നും ഈ വയലിൽ നിന്നും വരുന്ന ഒരു കാറ്റ്, ഒരു ഇളം കാറ്റുണ്ട്. അതൊക്കെ കൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട്
അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ ഇത് ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും ഈ സ്ഥലം കാണാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. എന്തായാലും ഈ മനോഹരമായ കാഴ്ചകൾ ഞാൻ അങ്ങ് കുറച്ച് നടന്ന് നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് അപ്പോൾ ഈ പടിപ്പുര കൂടി അങ്ങോട്ട് കിടക്കാം. പടിപ്പുര തുറന്ന് മനോഹരമായ പാടമാണ്. ഡോർ പ്രത്യേകം അടയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. കണ്ടോ, ഡോറൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി കിടക്കുന്ന സ്ഥലം കാണാം. ചെറിയ ചെറിയ മീനുകളുണ്ട്, പാടത്തെ മീനുകൾ കാണാൻ പറ്റുന്നുണ്ടോ? കുറേ മീനുകൾ. നെൽകൃഷി. അപ്പോൾ ആ നെൽകൃഷിയുടെ അങ്ങോട്ടൊന്ന് പോവാട്ടാ. നെൽകൃഷിയുടെ അങ്ങോട്ട് പോകുമ്പോൾ നെൽക്കതിർ വലിക്കരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ട് തോന്നുന്നത് പിറകിൽ നീണ്ടു കിടക്കുന്ന ഒരു വലിയ മല കണ്ട. അവിടെ ഇപ്പോൾ അകലേന്ന് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് മേലിൽ നിന്ന് ഇങ്ങനെ, മഴ സമയമായതുകൊണ്ടേ. പിന്നെ ഇതുപോലെ നിന്നാൽ നല്ല കിടിലൻ ലുക്കല്ലേ, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം. അപ്പോൾ കുറച്ച് ബന്തി വെച്ചിട്ടുണ്ട് കാണികൾക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി. അപ്പോൾ ഞാനിങ്ങനെ ചുറ്റി കാണിക്കാം. കണ്ട ബാക്ക്ഗ്രൗണ്ടിൽ തെങ്ങ്, ഒരു വള്ളം കിടക്കാൻ നോക്കി, ചെറിയ വെള്ളം. ഇവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ചാടുന്നൊരു സ്ഥലമുണ്ട്, ചാടി വെള്ളം പോകുന്നത് ചാക്കൊക്കെ വെച്ച് അണക്കെട്ട് വരെ. അപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചവിട്ടാൻ പറ്റും. അതായത് വെള്ളം ഇങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ചത് മോട്ടറില്ലാത്ത സമയത്ത് ചവിട്ടിയല്ലേ, അങ്ങനെ ഒരു ജലചക്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കുടിലുകൾ ഇടയിലുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ ടൗണിൽ നിന്നൊക്കെ മാറി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ല മനോഹരമായ പാലക്കാടിൻ്റെ സ്ഥലം. മനോഹരമായ ഗ്രാമത്തിലെ കൃഷിയും അവരുടെ ജീവിത രീതിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളമുണ്ട്, ഞാൻ വെള്ളത്തിൽ നിന്നിട്ടേ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ചെറിയ വെള്ളം കരക്കായിട്ടിട്ടാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ബന്ദിപ്പൂക്കളാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് തിരിച്ചു വരാം. അവരെങ്ങോട്ട് വിളിച്ചിട്ട് വരട്ടെ. ജലചക്രമുണ്ട്, അത് നമുക്ക് കാണാം. നമുക്ക് ഇതിലൂടെ പോയാൽ താമരക്കുളത്തിൻ്റെ അടുത്ത് കൂടെ പോകാൻ പറ്റും. കാളവണ്ടി, ഒരു വീലൊക്കെ കണ്ട ഇരുമ്പിൻ്റെ ഇതാണ്. പാലക്കാട് ഇത് വെച്ചിട്ട് ഇരുമ്പിൻ്റെ വീല്. ഹലോ, നമുക്ക് അങ്ങോട്ട് പോയോ? ജലചക്രം കാണാൻ പോയാലോ? ഒന്ന് പോ. പാത്തു റെഡിയാണോ? ഹായ് പാത്തു, എന്തെടുക്കുവാ? ഹാർട്ടിൻ്റെ ഉള്ളിലിരിക്കുകയാണോ? ഇഷ്ടമാണോ? നല്ല കാറ്റുണ്ടല്ലേ. ഇതാണ് പാടി, നമ്മുടെ അരി ഉണ്ടാവില്ലേ, ചോറുണ്ടാക്കുന്ന ചെടികളാണിത്, നെൽച്ചെടികൾ. പാത്തു ഇത് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മുടെ ചോറുണ്ടാവുന്നത്. ഇതിൽ നിന്ന് നെല്ലുണ്ടാവും. നെല്ല് പുഴുങ്ങി കുത്തി അരിയായിട്ട് നമ്മുടെ വീട്ടിൽ വരും. എന്നിട്ട് അത് നമ്മൾ ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ ചോറാവും. മനസ്സിലായോ? ആ, അപ്പം അത് പാത്തിന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. ഓക്കെ, നല്ല കാറ്റുണ്ട് കണ്ട. ഇങ്ങനെ നെൽച്ചെടികൾ ഇങ്ങനെ കടൽ തിരുമാലകൾ പോലെ ഇങ്ങനെ ഓളം വെട്ടി ഇങ്ങനെ പോകുന്ന കണ്ട. നല്ല മനോഹരമായ, വെയിലുണ്ടെങ്കിലും ചൂടില്ല, കാരണം കാറ്റ്. ആ, ഫോട്ടോ എടുക്കാൻ പറ്റിയവർക്കും എല്ലാവർക്കും പറ്റിയ സ്ഥലമായിട്ടത്. അപ്പം നമ്മൾ ഈ മനോഹരമായ വയലിൻ്റെ നടുക്ക് കൂടി ഇങ്ങനെ നടക്കുവാണ്. മനോഹരമായ
കാറ്റും അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ തെങ്ങ് കണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ പിറകിലുള്ള മനോഹരമായ വെള്ളച്ചാട്ടമൊക്കെയുള്ള നമ്മുടെ മലകൾ, പിന്നെ പനകൾ കണ്ട, കരിമ്പന, പാലക്കാടിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം പനകൾ. പിന്നെ ജലചക്രം, ഇതാണ് ജലചക്രം. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല, അതുകൊണ്ട് ഇതിപ്പോൾ നമുക്കിത് ചെയ്യാനുള്ള സൗകര്യമില്ല. അല്ലെങ്കിൽ വെള്ളം ഇത് ചവിട്ടും തോറും വെള്ളം ഇപ്പുറത്തോട്ട് ചാടും. വെള്ളം കുറവാണ് കണ്ടത്തിൽ. പിന്നെ ഇതുപോലെ കുടിലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഒരു 1:30 സമയമാണ്, എങ്കിലും കാറ്റുള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയൊരു വെയിലുണ്ട്, മഴയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇതിനേക്കാളും മനോഹരമായിരിക്കും. നമ്മുടെ തെങ്ങ് കണ്ടോ, കേരളത്തിലിപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന വൃക്ഷമാണ്. കേരനാടുകളുടെ വൃക്ഷമായ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വൃക്ഷമായിരുന്ന തെങ്ങ് ഇപ്പോൾ പാലക്കാടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ചില്ലി വന്ന് എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പാലക്കാടിലെ മനോഹരമായ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലെ കാഴ്ചകൾ. ഹായ് മറിയ, ഫോട്ടോസ് എടുക്കാണോ? എത്ര പകർത്തിയാലും നമുക്ക് മതി വരാത്തൊരു കാഴ്ചകളാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് ഒരുക്കി വെച്ചിരിക്കുന്ന ഇതിൻ്റെ സംഘാടകർ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. കാരണം ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ അവർ വീണ്ടും കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. പിന്നെ പഴയ കാലത്തെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് കുടിലും ജലചക്രവും അങ്ങനെ ഓരോന്നുണ്ടാക്കി വെച്ച് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാളകളെ കണ്ട പാത്തു, നല്ല അടിപൊളി കാളകൾ, പാലക്കാടൻ കാളകൾ, നല്ല അടിപൊളി കാളകൾ അല്ലേ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ പുതിയ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതാണ്. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി. ടാറ്റാ, ബൈ, ടേക്ക് കെയർ, ബൈ.